ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഫെബ്രുവരി റവല്യൂഷനെ കുറിച്ചിട്ടാണ്. ഫെബ്രുവരി റവല്യൂഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ. അനലൈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ഫോം എ പ്രൊവിഷണൽ ഗവൺമെന്റ് ഇൻ റഷ്യ. റഷ്യയിൽ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിതമായി. എന്തുകൊണ്ടാണ് താൽക്കാലിക ഗവൺമെന്റ് റഷ്യയിൽ സ്ഥാപിതമായത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്ന ഒരു സമയമാണ് എന്ത് പറയുന്നത്, ഫെബ്രുവരി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഫെബ്രുവരി റവല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഥ മനസ്സിലായി എന്നിരിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. വർക്കേഴ്സ് ഓർഗനൈസേഷൻ കോൾഡ് സോവിയറ്റ്, അതായത് തൊഴിലാളികളുടെ സംഘടനയായിട്ടുള്ള സോവിയറ്റ്. ഓക്കെ, അപ്പോൾ സോവിയറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. മറ്റേതാരാണ്? ഇവരുടെ ഓപ്പോസിറ്റ് ടീമാരാണ്, മുതലാളിമാരല്ല. അവരെന്ന് നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ്. ഇടാം, ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ തൊഴിലാളികളുടെ സംഘടനയായിട്ടുള്ള സോവിയറ്റുകൾ എന്തുണ്ടായി? റഷ്യ മുഴുവൻ ഫോം ചെയ്തു. സോവിയറ്റ് എന്ന് പറയുന്ന പാർട്ടി, സോവിയറ്റ് എന്ന് പറയുന്ന ഒരു ടീമിനെ എന്തുണ്ടാക്കി? റഷ്യ മുഴുവൻ ഉണ്ടാക്കി വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കണ്ടക്ട് സ്ട്രൈക്ക്, സമരങ്ങൾ നടപ്പിലാക്കാനായിട്ട്, സമരങ്ങൾ നടത്താനായിട്ട് വർക്കേഴ്സ് ഓർഗനൈസേഷൻ, അതായത് സോവിയറ്റ് എന്ന് പറയുന്ന വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്തുണ്ടാക്കി? നമ്മുടെ റഷ്യ മുഴുവൻ ഉണ്ടാക്കി. When the strikes gained massive strength, the emperor was compelled to form a legislative assembly called Duma. അങ്ങനെ ഈ പറയുന്ന സമരങ്ങളൊക്കെ ശക്തി പ്രാപിച്ചതോടുകൂടി, ഓക്കെ, സ്ട്രൈക്സ് ഗെയിൻ മാസീവ് സ്ട്രെങ്ത്, ദ എംപറർ, ദ ചക്രവർത്തി, ആരാണ്? ദ എംപറർ, ചക്രവർത്തി എന്ത് ചെയ്തു? വാസ് കമ്പൽഡ്, നിർബന്ധിതനായി. എന്തിനാ നിർബന്ധിതനായ? ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൾഡ് ഡ്യൂമ. ഓക്കെ, ഒരു നിയമ നിർമ്മാണ സഭയായിട്ടുള്ള ദ്യൂമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചക്രവർത്തി നിർബന്ധിതനായി. കാരണം ചക്രവർത്തിനോട് ഇവരെല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങൾക്കൊരു ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി വേണം എന്ന് പറഞ്ഞു. ദ്യൂമ എന്ന് പറഞ്ഞിട്ടൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലി വേണമെന്ന് പറഞ്ഞു. അവസാനം നമുക്ക് ഒരു എംപററിന് വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. Ignoring the Marxist protest, okay, actually, ignoring the Marxist protest from Duma, അതായത് പിന്നീട് ദ്യൂമയിലുള്ള മാർക്സിസ്റ്റുകാരുടെ പ്രതിഷേധത്തിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി, എന്ത് ചെയ്തു? അന്നത്തെ സാർ ചക്രവർത്തിയാണ് കേട്ടോ. സാർ ചക്രവർത്തി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞതിൽ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പറയുന്ന സമയത്ത് ബോർബൻ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? സാർ ചക്രവർത്തിയാണ് കേട്ടോ. സാർ ചക്രവർത്തി എന്ത് തീരുമാനിച്ചു? ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. എന്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന? കഥകളിയാണോ? അല്ല, എന്തിലാണ്? യുദ്ധത്തിലാണ്. ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ആരുടെ അഭിപ്രായത്തെ മറന്നുകൊണ്ട്? നമ്മുടെ ദ്യൂമയിലെ മാർക്സിസ്റ്റുകാരുടെ പ്രതിഷേധത്തിനെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ നമ്മുടെ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന അന്നത്തെ സാർ ചക്രവർത്തി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് 1914 4 വർഷക്കാലമാണ് ഇത് നീണ്ടു നിന്ന് പോയത്. 1914 മുതൽ 1918 വരെ. ഓക്കെ, സോ a lot of Russian soldiers were killed in this war. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങി ആരുടെ ഒരു ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഇയാൾ പോയി പങ്കെടുത്തത്? റഷ്യക്ക് അവിടെ പങ്കെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ റഷ്യക്ക് പോവേണ്ടിയിരുന്നില്ല. പക്ഷേ സാർ ചക്രവർത്തി പറഞ്ഞു എല്ലാവരും പോകണമല്ലോ, അപ്പം നമുക്കും പോവാം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ദ്യൂമ പറഞ്ഞു, നിയമനിർമ്മാണം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടുള്ള ദ്യൂമ പറഞ്ഞു നമ്മൾ പോകണ്ട, അല്ലെങ്കിൽ ദ്യൂമയിലുള്ള മാർക്സിസ്റ്റുകാർ പറഞ്ഞു നമ്മൾ പോകണ്ട. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് നമ്മളെ സാർ ചക്രവർത്തി എന്ത് ചെയ്തു? സാർ ചക്രവർത്തി പോവില്ല കേട്ടോ, സാർ ചക്രവർത്തി വീട്ടിയിരിക്കും. ഓക്കെ, ആരാ പോകുന്നത്? പട്ടാളക്കാർ. ഓക്കെ, സോൾജിയേഴ്സ് ആണ് പോകുന്നത്. അപ്പോൾ സോൾജിയേഴ്സ് എന്തുണ്ടായി? ഇവിടെ പോയ സമയത്ത് ലോട്ട് ഓഫ് റഷ്യൻ സോൾജിയേഴ്സ്, അപ്പോൾ റഷ്യക്കാരായിട്ടുള്ള ഒരുപാട് സോൾജിയേഴ്സ് വെർ കിൽഡ്, കൊല്ലപ്പെട്ടു ഇൻ ദിസ് വോ. ഏത് വാറിൽ? നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ. അങ്ങനെ അതും കൂടി ആയ സമയത്ത് ഫുഡ് ഷോർട്ടേജ് ബിക്കേം സിവിയർ, ഭയങ്കര ക്രൂരമായ രീതിയിലായി അല്ലെങ്കിൽ ഭയങ്കര മ്യാരകമായിട്ടുള്ള രീതിയിലായി എന്നാണ് ഫുഡ് ഷോർട്ടേജ് എന്ന് പറയുന്നത്. ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത്. ഭക്ഷണം കിട്ടാതെ 1917 കൂടിയിട്ട് 1914 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. അതിനുശേഷം 15, 16, 17 ഒരു 17 ആയപ്പോഴേക്കും അല്ലെങ്കിൽ 3 വർഷം ആയപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം ആ ഒരു രാജ്യത്തുണ്ടായി.
തൗസൻഡ്സ് ഓഫ് വ്യൂമൺ. സ്ത്രീകളുടെ പ്രശ്നം എന്താണ്? സ്ത്രീകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർ ആണുങ്ങൾ പണിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് അവരെന്ത് ചോദിക്കും? ഫുഡ് ചോദിക്കും, ചോറ് തരാ എന്ന് പറയും. പക്ഷെ ആ ചോറ് തരാൻ നേരത്തുന്നില്ല, ഇവിടെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആയിരക്കണക്കിന് ഫുഡിൻ്റെ കാര്യമൊക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്? സ്ത്രീകളാണ്. അപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ മാർച്ച് ചെയ്തു. ഒരു മാർച്ചിൻ്റെ ക്ഷീണം നേരത്തെ കഴിഞ്ഞു. ഏതായിരുന്നു? ബ്ലഡി സൺഡേ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ മാർച്ച് ചെയ്തു എലോങ് ദ സ്ട്രീറ്റ്, തെരുവ് വീതികളിലൂടെ. ഏതിൻ്റെ തെരുവ് വീതികളിലൂടെ? പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തെരുവ് വീതികളിലൂടെ ഇവർ സമരം ചെയ്തു. എന്നായിരുന്നു? 8-ാം തീയതി മാർച്ച് 1917. ക്ലാമറിങ് ഫോർ ബ്രെഡ്. എന്തും പറഞ്ഞിട്ടാണ്? ഞങ്ങൾക്ക് ബ്രെഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രെഡ് എന്ന് വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും ബ്രെഡാ, അതെന്തിനാണ് ബ്രെഡ് എന്ന് വിചാരിക്കും. ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ റൊട്ടി എന്നൊക്കെ പറയും. സിമ്പിളായിട്ട് ഇത്രയുള്ളൂ, ഭക്ഷണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഭക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തു? സമരം ചെയ്തു. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. പിന്നെ എന്ത് ചെയ്തു? വർക്കേഴ്സ്, അപ്പോൾ സ്ത്രീകൾ മാർച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം വർക്കേഴ്സ്, അവിടുത്തെ തൊഴിലാളികൾ എന്ത് ചെയ്തു? ഓർഗനൈസ് ചെയ്തു, അല്ലെങ്കിൽ കൂട്ടമായിട്ട് പ്രതിഷേധിച്ചു, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എവിടെയാണ്? പെട്രോഗ്രാഡ്. അപ്പോൾ ഇനി നിങ്ങൾക്കറിയാം, മാർച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി വെറുതെ ഇരിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ആളെന്ത് ചെയ്യും? ആള് നമ്മുടെ ടീമിനെ അയക്കും. ഏത് ടീമിനെ? നമ്മുടെ പട്ടാളക്കാരെ അയച്ചുകൊണ്ട് അവരെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നോക്കിയേ, അങ്ങനെ പട്ടാളക്കാരെ അയച്ചു. ആ സമയത്ത് ദ സോൾജേഴ്സിന് എന്താ ചെയ്യാൻ പറ്റുന്ന? സോൾജേഴ്സ് നമ്മുടെ ചക്രവർത്തി പറയുന്ന കാര്യങ്ങൾ നേരെ അനുസരിക്കാൻ മാത്രമാണ് നമ്മുടെ സോൾജേഴ്സിന് പറ്റുന്നുണ്ടാവുക. അപ്പോൾ ദോസ് സോൾജേഴ്സ് ക്ലാഷ് വിത്ത് ദി ഡെമോൺസ്ട്രേറ്റേഴ്സ് ഇൻ ദ ബിഗിനിങ്. ആദ്യം ഈ പറയുന്ന ഡെമോൺസ്ട്രേറ്റേഴ്സിനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സമരം ചെയ്യുന്ന ആളുകളുമായിട്ട് ഏറ്റുമുട്ടി. ആദ്യം ഭയങ്കര അടിയായി. പക്ഷേ ലേറ്റർ, പിന്നീട് ദേ ജോയിൻ ദ വർക്കേഴ്സ്. അവരും വിചാരിച്ചു, നമ്മളിപ്പോൾ എന്തിനാ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കണേ? ആക്ച്വലി ഇതിനൊക്കെ കാരണം ആരാണ്? നിക്കോളാസ് രണ്ടാമനല്ലേ. ഈ ആളുകൾ എന്താ പറയുക, വർക്കേഴ്സ്, തൊഴിലാളികൾ സമരം ചെയ്യുന്നത് അവർക്ക് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ നമ്മുടെ നിക്കോളാസ് രണ്ടാമൻ എന്താ ചെയ്തത്? അവിടെ പോയിട്ട് യുദ്ധം ചെയ്തോ, ഇവിടെ പോയിട്ട് മറ്റേതാക്കിക്കോ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ പട്ടാളക്കാരും വിചാരിച്ചു, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇവരെന്ത് ചെയ്തു? നമ്മുടെ വർക്കേഴ്സ് പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സോവിയറ്റിൻ്റെ ഒക്കെ കൂടെ ചേർന്നു. ഇറ്റ് വാസ് എ ട്രാജിക്. എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അവരെന്ത് പണിയാണ് കാണിച്ചത്? നമ്മുടെ എംപറർ അല്ലെങ്കിൽ ചക്രവർത്തി അല്ലെ, ചക്രവർത്തി പറഞ്ഞേക്കാണ്ട് ഇവരെന്ത് പണിയാണ് കാണിച്ചെന്നിരിക്കും. അപ്പോൾ അതിനും ഒരു ആൻസർ ഉണ്ട്. ഇറ്റ് വാസ് എ ട്രാജിക് എക്സ്പീരിയൻസ്. അവർ യുദ്ധത്തിന് പോയ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ ചക്രവർത്തി ഇല്ലേ, സാർ ചക്രവർത്തി, അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഒരു നല്ല സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് എ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദം ടു ഡു സോ. അപ്പോൾ അതുകൊണ്ടാണ്, അതൊക്കെ ആലോചിച്ചപ്പോഴാണ് ഇവരും വിചാരിച്ചത്, ഈ പഹൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, നിക്കോളാസ് രണ്ടാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ചെയ്തത്. ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. അങ്ങനെ ഈ തൊഴിലാളികളും പട്ടാളക്കാരൊക്കെ കൂടി ചേർന്നിട്ട് പെട്രോഗ്രാഡ് എന്ന് പറയുന്ന പട്ടണം പിടിച്ചെടുക്കുകയും നമ്മുടെ അന്നത്തെ സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനെ അവിടുന്ന് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെ അപ്പോൾ ഒരു ഗവൺമെൻറ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആര് വരണം? ഒരു ഭരണാധികാരി വരണ്ടേ. അപ്പോൾ ആ സമയത്ത് തൽക്കാലത്തേക്ക് ആര് വന്നു? ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ്. പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഗവൺമെൻറ്. നിങ്ങളിപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സാധനം യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇവിടെ പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോം ചെയ്തു, ഒരു താൽക്കാലിക ഗവൺമെൻറ്. ആരാണ് അതിൻ്റെ ലീഡർ? അലക്സാണ്ടർ കെരൻസ്കി. എന്തിൻ്റെ ലീഡറാണ്? മെൻഷെവിക്കിൻ്റെ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ബോൾഷെവിക്സ് പറഞ്ഞില്ലേ. മെൻഷെവിക്കിൻ്റെ ലീഡറാണ് അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷെവിക്കിൻ്റെ 2 പേരുണ്ട്, ലെനിൻ ആൻഡ് ട്രോട്സ്കി എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിലത്തെ അലക്സാണ്ടർ കെരൻസ്കിയാണ് പിന്നീട് എന്തായത്? നമ്മുടെ ഇതിലേക്ക് വന്നത്, ഭരണത്തിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ഓപ്പോസിറ്റ് ടീമിലത്തെ ആൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റാൾക്ക് എന്തുണ്ടാവും? ഒരു ചെറിയ ഇവനെങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ദിസ് റെവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിന് മുന്നേ. ദിസ് റെവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ മാർച്ച്. അപ്പോൾ ഈ സംഭവമൊക്കെ നടന്നത് എപ്പോഴാണ്? മാർച്ചിലാണ് നടന്നിട്ടുള്ളത്. എങ്കിൽ കൂടിയിട്ട് ഇതിനറിയപ്പെടുന്നത് ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അതിൻ്റെ കലണ്ടറിൽ, റഷ്യൻ കലണ്ടറിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? ഇപ്പോൾ ആരാണ് അവിടുത്തെ ചക്രവർത്തി? ചക്രവർത്തി, എംപറർ
ആരായിരുന്നു നമ്മുടെ ആരായിരുന്നു അലക്സാണ്ടർ കെരൻസ്കിയാണ്. മെൻഷെവിക്കിൻ്റെ ലീഡറായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വേറൊരു ടീം വരാനുണ്ട് കേട്ടോ. ആരാണ് നിങ്ങൾക്ക് അറിയാം? ബോൾഷെവിക്ക്. അപ്പോൾ അടുത്ത് പറയുന്ന ഒക്ടോബർ റെവല്യൂഷൻ ആണ്. ഒക്ടോബർ റെവല്യൂഷൻ. അപ്പോൾ ഇവിടെ ചോദ്യം സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡിസ്കസ് ദ റോൾ ഓഫ് ദി ഒക്ടോബർ റെവല്യൂഷൻ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദി പ്രൊലറ്റാരിയേറ്റ് ഗവൺമെന്റ് ഇൻ റഷ്യ. ആൻസർ പറയാം. എന്താണ് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ സംഘടനകളാണ്, അല്ലെങ്കിൽ സമരങ്ങൾ നടത്താനായിട്ടാണ് നമ്മുടെ സോവിയറ്റുകളൊക്കെ രൂപം കൊണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സോവിയറ്റുകൾ ഡിഡ് നോട്ട് അപ്രൂവ്, അവർക്ക് വല്ലാണ്ട് പിടിച്ചില്ല എന്തിനെ? പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ. ഈ താൽക്കാലികമായിട്ട് വന്നിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കി, മെൻഷെവിക്കിൻ്റെ ലീഡറായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കി, അദ്ദേഹത്തിൻ്റെ താൽക്കാലിക ഗവൺമെൻറ്റിനെ ഇവർക്ക് വല്ലാണ്ട് ഇഷ്ടമില്ല. ഇവരെന്ത് ചെയ്തു? ആ സമയത്താണ് നമ്മുടെ ടീം വരുന്നത്. ആരാണ്? വ്ളാഡിമിർ ലെനിൻ. നമ്മൾ പറഞ്ഞില്ലേ ലെനിനും ട്രോട്സ്കിയാണ് ബോൾഷെവിക്കിൻ്റെ ലീഡർ എന്ന് പറഞ്ഞില്ലേ. ആ ബോൾഷെവിക്കിൻ്റെ ലീഡറായിട്ടുള്ള വ്ളാഡിമിർ ലെനിൻ എവിടെയായിരുന്നു? ആള് സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ആളിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആളാണ് വന്നു. ഹു ഹാഡ് ബീൻ ഇൻ സ്വിറ്റ്സർലാൻഡ് കെയിം ടു റഷ്യ. ആള് റഷ്യയിലേക്ക് വന്നു. നിക്കോളാസ് രണ്ടാമൻ്റെ പരിപാടി കഴിഞ്ഞു. അലക്സാണ്ടർ കെരൻസ്കിയാണ് ഇവിടെ ഭരിക്കണമെന്നൊക്കെ അറിഞ്ഞു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. ആൻഡ് സ്ട്രോങ്ലി ഒപ്പോസ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. ആളെന്ത് ചെയ്തു? ഒരു കാരണവശാലും ഈ പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ നിലപാടുകളൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞോളൂ. ഹി ആർഗ്യൂഡ്. അദ്ദേഹം തർക്കിച്ചു. ആര്? വ്ളാഡിമിർ ലെനിൻ തർക്കിച്ചു. എന്നിട്ട് പറഞ്ഞിട്ടാ മുഴുവൻ പവറും മുഴുവൻ അധികാരവും ആർക്ക് കൊടുക്കണം? സോവിയറ്റുകൾക്ക് കൈമാറണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ റവല്യൂഷന്റെ ലക്ഷ്യമൊക്കെ നിറവേറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കി ഒക്കെ നല്ല കാര്യം, പക്ഷേ എല്ലാ അധികാരവും ആർക്ക് കൊടുക്കണം? സോവിയറ്റിന് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നാര് പറഞ്ഞു? നമ്മുടെ വ്ളാഡിമിർ ലെനിൻ പറഞ്ഞു, അല്ലെങ്കിൽ തർക്കിച്ചു. യെസ്. അപ്പോൾ ആ സമയത്ത് ആരാണ് ഓൾറെഡി എതിർത്തിരുന്നത്? നമ്മൾ പറഞ്ഞില്ല സോവിയറ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ. മറ്റവനെ ആരനെ? പ്രൊവിഷണൽ ഗവൺമെൻറ് ഇഷ്ടമായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? ബോൾഷെവിക്സും സോവിയറ്റും എന്ത് ചെയ്തു? നമ്മുടെ ലെനിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ബോൾഷെവിക്സ് പറഞ്ഞു അത് പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സോവിയറ്റും പറഞ്ഞു പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലെനിനെ സപ്പോർട്ട് ചെയ്തു. ദേ പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി പ്രൊലറ്റേറിയൻസ്, അതായത് വർക്കേഴ്സ് ഗവൺമെൻറ്, തൊഴിലാളികളുടെ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നമ്മുടെ റഷ്യ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഈ പിന്നോക്കാവസ്ഥയും അല്ലെങ്കിൽ അസമത്വവും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ ആര് വരണം? തൊഴിലാളികൾ ഭരണത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് സോഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ പ്രൊലാറ്റേറിയൻസ് എന്ന് പറയുന്ന വർക്കേഴ്സാണ് കേട്ടോ. വർക്കേഴ്സിൻ്റെ ഗവൺമെൻറ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 1917 ഒക്ടോബറിൽ ദ ബോൾഷെവിക്സിൻ്റെ ലീഡർ ആരായിരുന്നു? ലെനിനാണ്, ട്രോട്സ്കിയാണ്, രണ്ടുപേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓർഗനൈസ്ഡ് ആൻ ആംഡ് റെബലിയൻ അഗൈൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. അവരെന്ത് ചെയ്തു? ഒരു സായുധ സമരം അല്ലെങ്കിൽ സായുധ സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾ എന്തിക്കൊണ്ട്, അതിനാണ് ആംഡ് റെബലിയൻ എന്ന് പറയുന്നത് കേട്ടോ. ആംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങളാണ്. കൈ എന്നും പറയാം. ഇവിടെ യൂസ് ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങളാണ്. ആയുധങ്ങളും ഏന്തിക്കൊണ്ട് നമ്മുടെ പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരായിട്ട് പോരാടി. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ലീഡറായിട്ടുള്ള കെരൻസ്കിനെ ഓടിപ്പിച്ചു. എവിടുന്ന് ഓടിപ്പിച്ചു? ഫ്രം ദ കൺട്രി, രാജ്യത്തിൽ നിന്ന് തന്നെ ഓടിപ്പിച്ചു. ആൻഡ് റഷ്യ കെയിം അണ്ടർ ദി കൺട്രോൾ ഓഫ് ബോൾഷെവിക്സ്. എന്നിട്ട് എന്തായി? റഷ്യ ആരുടെ കീഴിലായി? നമ്മുടെ ബോൾഷെവിക്സിൻ്റെ കീഴിലായി. അങ്ങനെയാണെങ്കിൽ ഇനി ആരെ ഭരിക്കുന്നുണ്ട് അവിടെ? തീർച്ചയായിട്ടും വ്ളാഡിമിർ ലെനിനാണ്. Okay, so this event through which the Bolsheviks attained power is known as the October Revolution. അപ്പോൾ ഇതിനെയാണ് എന്താ അറിയപ്പെടുന്നത്? ഒക്ടോബർ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ഒക്ടോബർ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. കഥ മനസ്സിലാക്കി വയ്ക്കുക. കഥ ഇത്രയേ ഉള്ളൂ. റഷ്യയിൽ ഒരുപാട് ഫാക്ടറി തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ഒരുപാട് കർഷകരുണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ടുള്ള ശോചനീയ അവസ്ഥയിലാണ് നിന്നിരുന്നത്. അവിടെ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരായിരുന്നു. ആ സമയത്ത് നമ്മുടെ കുറേ എഴുത്തുകാരന്മാരൊക്കെ ഈ തൊഴിലാളികളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അവരുടെ വർക്കുകളിൽ നല്ല അടിപൊളിയായിട്ട് എഴുതി കാണിച്ചു. തൊഴിലാളികൾ ഇന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്തു? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് രൂപം കൊടുത്തു. ഈ പാർട്ടി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? മെൻഷെവിക്സും ബോൾഷെവിക്സും ആയിട്ട് മാറി. മെൻഷെവിക്കിൻ്റെ ലീഡറായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി, അതുപോലെ തന്നെ ബോൾഷെവിക്കിൻ്റെ ലീഡറായിരുന്നു രണ്ടുപേര്. ആരൊക്കെയായിരുന്നു? വ്ളാഡിമിറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ
വ്ളാഡിമിർ ലെനിനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ട്രോട്സ്കി, അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സോവിയറ്റുകളെ നമ്മുടെ റഷ്യ മുഴുവൻ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? സമരങ്ങൾ നടപ്പിലാക്കാനായിട്ട് സോവിയറ്റുകൾ ഉണ്ടാക്കി. 1905 റഷ്യ ജപ്പാൻ വാറിൽ റഷ്യ പരാജയപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും റഷ്യയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മുടെ തൊഴിലാളികൾ സമരം ചെയ്തു. നമ്മുടെ പട്ടാളക്കാർ വെടിവെച്ചു. ഒരുപാട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിനെ പറയുന്നതാണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ല, ഫെബ്രുവരി റവല്യൂഷൻ എന്താണ്? ബ്ലഡി സൺഡേ. പിന്നെ അപ്പോൾ ബ്ലഡി സൺഡേ കഴിഞ്ഞു. അപ്പോൾ ബ്ലഡി സൺഡേ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? സോവിയറ്റുകളുടെ നിർബന്ധപ്രകാരം സാർ ചക്രവർത്തി ധ്യൂമ എന്ന് പറയുന്ന ഒരു നിയമ നിർമ്മാണ സഭ ഉണ്ടാക്കാനായിട്ട് നിർബന്ധിതനായി. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കാനായിട്ട് നിർബന്ധിതനായി. ഹി ഡിഡ്ന്റ് ഹാവ് എനി അതർ ചോയ്സ്. വേറെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിനുശേഷം നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പട്ടാളക്കാരനൊക്കെ അയച്ചു. റഷ്യക്കാരുടെ പട്ടാളക്കാരനൊക്കെ അയച്ചു. പക്ഷേ ഒരുപാട് പട്ടാളക്കാർ മരിച്ചുപോയി. അതുമാത്രമല്ല, ഭക്ഷ്യക്ഷാമം വളരെയധികം കൂടി. ആ സമയത്ത് സ്ത്രീകൾ ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ബ്രെഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്തു. ബാക്കിയുള്ള തൊഴിലാളികളും ഇവരുടെ കൂടെ സമരത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ പട്ടാളക്കാർ പോയിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. പിന്നീട് അവർക്കും തോന്നി നിക്കോളാസ് രണ്ടാമൻ ശരിയല്ല എന്നുള്ളത്. അങ്ങനെ ഈ പട്ടാളക്കാരും എന്ത് ചെയ്തു? ഈ വർക്കേഴ്സിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ നിക്കോളാസ് രണ്ടാമനെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. ഇറ്റ് ഈസ് നോൺ ആസ് ഫെബ്രുവരി റവല്യൂഷൻ. അതിനുശേഷം താൽക്കാലികമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിലേക്ക് ആര് വന്നു? അലക്സാണ്ടർ കെരൻസ്കി വന്നു. പക്ഷേ ആ സമയത്ത് വ്ളാഡിമിർ ലെനിൻ, ബോൾഷെവിക് ലീഡറായിട്ടുള്ള വ്ളാഡിമിർ ലെനിന് ഇത് ഇഷ്ടമായില്ല. ആൾ വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഇത് പറഞ്ഞു, ഈ അധികാരം മുഴുവനായിട്ടും സോവിയറ്റുകൾക്ക് കൈമാറണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു സമരം കൂടി ഉണ്ടായി. അതിനെ പറയുന്നതാണ് നമ്മുടെ ഒക്ടോബർ റവല്യൂഷൻ. അപ്പോൾ ഫെബ്രുവരി റവല്യൂഷൻ പറഞ്ഞു, ഒക്ടോബർ റവല്യൂഷൻ കഴിഞ്ഞു. ഇനി റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ടുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് റഷ്യൻ റവല്യൂഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്? റഷ്യ വിഡ്രൂ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. നമ്മൾ പറഞ്ഞു നിക്കോളാസ് രണ്ടാമൻ്റെ നിർബന്ധപ്രകാരമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ പോയിട്ട് പങ്കെടുത്തത്. അതിൽ നിന്ന് അവരെന്ത് ചെയ്തു? വിഡ്രൂ ചെയ്തു. അവർ ഇനി പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. സീസർ ഓഫ് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പെസൻസ്. അതായത് ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഭൂമിയൊക്കെ പിടിച്ചെടുത്തിട്ട് ആർക്ക് കൊടുത്തു? പെസൻസിന്, അല്ലെങ്കിൽ കൃഷിക്കാർക്ക് കൊടുത്തു. പെസൻസ് മീൻസ് ഫാമേഴ്സ് ആണ് കേട്ടോ, കർഷകർക്ക് കൊടുത്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. നമുക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനായിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളായിട്ട് തരുള്ളൂ. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, കേന്ദ്രീകൃത പ്ലാനിങ് കൊണ്ടുവന്നു. അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കോണമി. അതായത് ശാസ്ത്രം, സാങ്കേതികം, സാമ്പത്തികം, ഇതിലൊക്കെ എന്തുണ്ടായി? വളർച്ചയുണ്ടായി. വളർച്ചയുണ്ടായി. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. 1924 പുതിയ ഭരണഘടന കൊണ്ടുവന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കോൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. ഒരുപാട് സോവിയറ്റുകൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കി സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സംഭവം ഫോം ചെയ്തു, ഒരു യൂണിയൻ ഫോം ചെയ്തു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അപ്പോൾ സോഷ്യലിസ്റ്റ് ആരാണെന്ന് പറഞ്ഞ് നമ്മൾ വർക്കേഴ്സ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആരാണെന്ന് പറഞ്ഞു? ക്യാപിറ്റലിസ്റ്റ് ആണെന്നും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം കാണുക. മാക്സിമം നിങ്ങൾ കാണുന്നില്ല, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ചെയ്യുന്നുണ്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ സ്പെക്സ് വെച്ചിട്ടുള്ളത്, ഗ്ലാസ് വെച്ചിട്ടുള്ളത് ആക്ച്വലി നല്ല ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ പിന്നെ ഇതിൻ്റെ ലൈറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ രാവിലെ മുതൽ ഇതിൻ്റെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണ് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിലാണ് ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.